CC പ്ലാന്റിൻ്റെ തൈകൾ കണ്ടോ മുളച്ച് നിൽക്കുന്നുണ്ടോ? ചെറിയൊരു കമ്പിൽ നിന്നാണ് ഈ തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് CC പ്ലാന്റിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാം, മാത്രമല്ല അതിനെ പെട്ടെന്ന് തൈകൾ പൊട്ടുവാനും ചട്ടിക്കകത്ത് നിറച്ച് തൈകളുണ്ടായി അങ്ങനെ ചട്ടി നിറഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോട്ടി മിക്സ്. അങ്ങനെ അത് 2 തരത്തിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മളിത് നോക്കുന്നത്. CC പ്ലാന്റ് നമുക്ക് 2 വെറൈറ്റി കാണാൻ വരുന്നുണ്ട്. ഒന്ന് പച്ച ഉണ്ട്, അതുപോലെ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ആണേ, കണ്ടോ. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. കാരണം നമുക്ക് ഇൻഡോർ അലങ്കരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അതിൻ്റെ നല്ല തിളക്കമുള്ള ഇലകൾ, നല്ല പച്ച കളറ്, നല്ല ഒരു ഗ്രീനറി നമുക്ക് വേണമെങ്കിൽ നമുക്ക് CC പ്ലാന്റ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന CC പ്ലാന്റ് ഇൻഡോറായിട്ട് വെച്ച് നമുക്ക് ഇൻഡോർ നല്ല ഗ്രീനറി ആക്കാൻ പറ്റും. ഏതൊരു ഇൻഡോർ പ്ലാന്റിനെയും നമുക്കൊരു പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ നല്ലതാണ്. അല്ല നമ്മളൊരു ഡാർക്കായിട്ടൊരു പ്ലേസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ CC പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി അതൊരു പിന്നെ പെതുക്കെ അതങ്ങ് ശോഷിച്ച് ആ ചെടി നശിച്ചു പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് പാർഷ്യലായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇപ്പം ഇൻഡോറായിട്ട് വെച്ചാലും ഒരു വിൻഡോ സൈഡിലോ അങ്ങനെയുള്ള ബാൽക്കണിയിലോ അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുമേ, പെട്ടെന്ന് തൈകൾ പൊട്ടും. അപ്പോൾ തൈകൾ പൊട്ടാനുള്ള ഒന്നാമത്തെ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത്, നമ്മൾ അകത്താണെങ്കിലും ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ പെട്ടെന്ന് തൈകൾ പൊട്ടും, നല്ല രീതിയിൽ ചെടി വളർന്നു കിട്ടും. അല്ല നമുക്കതിനുള്ള സൗകര്യമില്ല എങ്കിൽ നമ്മൾ ഒരാഴ്ച നമ്മൾ അകത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത ഒരാഴ്ച പുറത്ത് നമ്മൾ വെട്ടത്ത് വെക്കണം. ഒരിക്കലും ഡാർക്കായിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കാതിരിക്കുക. പൊതുവേ ഈ CC പ്ലാന്റിന് സ്ലോ ഗ്രോത്ത് ആണ് നമ്മൾ മണ്ണിൽ വെച്ചാൽ. എന്നാൽ ഫാസ്റ്റായിട്ട് അത് വളരുന്ന ഒരു രീതിയും കൂടെ ഞാനിന്ന് കാണിച്ചു തരുന്നുണ്ട്. CC പ്ലാന്റിൻ്റെ ലീഫ് വെച്ചും അതുപോലെ സ്റ്റെമ്മ് വെച്ചും ഒക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നമുക്കറിയാം ഒരു ബൾബ് പോലുള്ള അതിൻ്റെ ഒരു പിന്നെ കോഡെക്സ് ഉണ്ടേ, അത് കൂട്ടിയാണ് നമ്മൾ പിന്നെ മാറ്റി വയ്ക്കുമ്പോൾ ചെടിയെ വെക്കേണ്ടത്. അല്ലെങ്കിൽ സ്റ്റെമ്മ് മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെള്ളത്തിൽ വെച്ചും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ CC പ്ലാന്റിന് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് വേണ്ട. അതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകുമേ, ഉണങ്ങിപ്പോവും. പിന്നെ നമുക്ക് ഈ പ്ലാന്റിന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോകരുത്. അത് നമ്മൾ പാർഷ്യലായിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാലും അകത്ത് വെച്ചിരിക്കുവാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളതിൻ്റെ ചുവട് നോക്കിയിട്ട് മാത്രമേ അത് ഡ്രൈ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ, ചുവട് മാത്രമല്ല നമ്മൾ ഫിംഗർ ഇട്ട് നോക്കണം. ഫിംഗർ ഇട്ട് നോക്കി പിന്നെ നനവ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കരുതേ. ഇനി ഇതിൻ്റെ ചുവട്ടിൽ ബൾബ് പോലൊരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് റൈസോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് വെള്ളമൊക്കെ കളക്റ്റായിട്ട് അതിനെ ശേഖരിച്ച് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് നമ്മൾ കുറച്ച് ദിവസം വെള്ളം നനയ്ക്കാതിരുന്നാലും പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല. പിന്നെ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകുമേ. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാന്റിനൊന്നും നമ്മൾ കൊക്കോപിറ്റ് ഇട്ട് കൊടുക്കരുത്. ഇൻഡോർ പ്ലാന്റ്സായിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പോലും നമുക്ക് കൊക്കോപിറ്റിൻ്റെ ആവശ്യം ഈ പ്ലാന്റിനില്ല. കൊക്കോപിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെറിയ നനവ് എപ്പോഴും കിടക്കും. നമ്മൾ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ വെള്ളത്തിന് നനവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ കൊക്കോപിറ്റ് കൊടുക്കാതിരിക്കുക. നമുക്കിതിൻ്റെ ഒരു സ്റ്റെമ്മ് കിട്ടുവാണെങ്കിൽ ആ സ്റ്റെമ്മ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിതിനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. ഒരു 6-7 ദിവസം കൊണ്ടുണ്ടല്ലോ നല്ല രീതിയിൽ ഇതിന് റൂട്ട് വരുമെന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. വെള്ളത്തിൽ വയ്ക്കുമ്പോഴേ അടുത്ത ആഴ്ച കൊണ്ട് ഇതിന് തൈകളും കൂടെ പൊട്ടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഇതിന് തൈകൾ വന്നിരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് ഇതിന് തൈകൾ പൊട്ടുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ തൈകൾ പൊട്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വെച്ച പിന്നെ കമ്പുകൾക്കെല്ലാം തൈകൾ കൂടെ പൊട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമ്പുകൾ വെക്കുമ്പോൾ നല്ല പിന്നെ പാകമായ കമ്പുകളെ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് വേര് വരും, തൈ പൊട്ടും. അപ്പോൾ എളുപ്പം കമ്പുകൾ നമ്മൾ വെക്കുന്നതിലും ബെറ്ററായിട്ട്
നമ്മൾ ഇച്ചിരി പാകമായ കമ്പുകൾ നമ്മൾ വയ്ക്കുക. അത് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണേ. അടുത്ത ഒരു തൈ കണ്ടോ, നോക്കി കണ്ടോ, ഇതും അതുപോലെ തൈ ആയേക്കുവാണേ. അപ്പം നമ്മളിതെല്ലാം വെച്ചൊരു രണ്ടാമത്തെ ആഴ്ചയാണ് ഇതുപോലെ തൈ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഫാസ്റ്റായിട്ട് പിന്നെ നമ്മുടെ ചെടി വളരണമെങ്കിൽ ഇതുപോലെ നമുക്ക് വെള്ളത്തിലോട്ട് വെച്ച് കൊടുക്കാം. അത് വെള്ളം നമ്മൾ ഒരു 4-5 ദിവസം കൂടി നമ്മൾ അതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാനിതിൽ വെച്ച കമ്പുകളെല്ലാം നല്ല രീതിയിൽ വേര് വന്നിരിക്കുന്നുണ്ടോ, തൈ പൊട്ടിരിക്കുന്നുണ്ടോ. തൈ പൊട്ട് തന്നെയല്ല, അതിന് ഇലകളും വന്നെന്നുള്ളതാണ്. ഈ ഇലകൾ കണ്ടോ, നമ്മൾ നിലത്ത് വയ്ക്കുന്ന ഇത്രയും ഒന്നും സ്പീഡായിട്ട് നമ്മുടെ ചെടികൾക്ക് ഇല വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ തൈകളൊക്കെ പൊട്ടണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് നമുക്ക് ഒന്നാമത് ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് പിന്നെ നമുക്ക് മണ്ണിൽ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇങ്ങനെ വെച്ചത് കണ്ടോ, ഇത്രയും വെച്ചതെല്ലാം ഇതുപോലെ കണ്ടോ, എല്ലാത്തിനും തൈകൾ വന്നോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റൈസോംസ് കണ്ടോ, ഇതിലാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഈ ചെടി ഇതുപോലെ ബ്ലാക്ക് ആണെങ്കിലും ഈ വൈറ്റ് പോട്ടിൽ പച്ച കളറിലെ ഇലകളുള്ളതാണെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ വൈറ്റ് പോട്ടിലോട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ തൈകൾ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് നല്ല പോട്ടി മിക്സിലോട്ട് വെച്ച് കൊടുത്താൽ അത് കണ്ടോ, എന്ത് പെട്ടെന്ന് ഇതിന് വേരുകൾ വന്നതെന്നറിയാമോ. വേരുകളല്ല, തൈകൾ പെട്ടെന്ന് ഇപ്പം കണ്ടോ എത്ര തൈകളാണെന്ന് നോക്കിയാൽ നമുക്ക് ഒരു ചട്ടി നിറച്ച് കാട് പോലെ വളരാൻ വേണ്ടിയിട്ട് നമുക്കുള്ള പോട്ടി മിക്സ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ തന്നെ കണ്ടോ, ഒരു ചെറിയ തൈ എടുത്ത് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോഴത്തേക്ക് തന്നെ അടുത്ത തൈ അതിൻ്റെ ചുവട്ടിൽ കിളിച്ച് വന്നതുണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പോട്ടി മിക്സിൻ്റെ ഒരു പിന്നെ ഗുണമാണത്. ആ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മേൽമണ്ണാണ്, ചരലും കൂടെ ചേർന്ന മേൽമണ്ണ്. അതുപോലെ മണലുണ്ടെങ്കിൽ നമുക്ക് മണലെടുക്കാം, അല്ലെങ്കിൽ എംസാൻഡ് ഉണ്ടല്ലോ അതെടുക്കാം. പിന്നെ ചാണകപ്പൊടി ഒരു 10% ഉള്ളേ, അതെടുക്കാം. ക്ലേ ബോൾസും എടുക്കാം. ഒരു നുള്ള സാഫും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഈ ക്ലേ ബോൾസ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നല്ല രീതിയിൽ നമ്മുടെ പോട്ടി മിക്സിന് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് നമുക്ക് കിട്ടും. അപ്പം വേരോട്ടം നന്നായിട്ടുണ്ടാകും, നല്ല രീതിയിൽ തൈകൾ മുളച്ച് വരും, ചെടി നന്നായിട്ട് വളരും. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വെള്ളത്തെ അബ്സോർവ് ചെയ്ത് വെക്കാനുള്ള കഴിവ് ഈ ക്ലേ ബോൾസിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെടിക്ക് എപ്പോഴും വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെടിക്ക് എപ്പോഴും ഒരു നനവും ഒരു പ്രൊട്ടക്ഷനും ഈ ക്ലേ ബോൾസ് കൊണ്ട് നമ്മുടെ ചെടിക്ക് കിട്ടുന്നതാണേ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മേൽമണ്ണ് 50% മേൽമണ്ണും അതുപോലെ 20% മണലും അതുപോലെ ക്ലേ ബോൾസ് 10% നമ്മൾ വളം ചേർക്കുന്നുള്ളൂ. ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം, സാഫും. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് ഈ ചെടി നല്ലതായിട്ട് വളരാനായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന വളമുണ്ടല്ലോ, വളം നമുക്ക് 19 ഒക്കെ നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അത് ഇപ്പം നമ്മൾ സാധാരണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു 5 ലിറ്റർ വെള്ളത്തിന് നമുക്ക് 1 ലിറ്റർ പിന്നെ അത്രയും മതിയാവും, 5 ഗ്രാം മതിയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ പോട്ട് മിക്സ് ഇതിലോട്ട് ഈ നല്ല ഒരു ഹോൾസൊക്കെ ഉള്ള ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ ഈ തൈയുള്ളത് നമ്മൾ വെക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് താഴ്ത്തി വെക്കാതെ അതിൻ്റെ പിന്നെ ആ റൂട്ട് മാത്രം മണ്ണിൽ വരത്തക്ക പോലെ വയ്ക്കണം, ഒത്തിരി അങ്ങ് മൂടിയിടാതെ. അല്ല, നമ്മളിപ്പോൾ ഈ ക്ലേ ബോൾസ് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല വായുസഞ്ചാരം ഉണ്ടാകും മണലിന്, ഈ പോട്ടി മിക്സിനെ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തൈകൾ മുളയ്ക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളിത് ഒത്തിരി താഴ്ത്തി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ സ്റ്റെമ്മുകളും നമുക്ക് നട്ടുപിടിപ്പിക്കാം മണ്ണിൽ. അപ്പോൾ നമ്മൾ ഈ തൈകളെല്ലാം ഈ പോട്ടി മിക്സിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് NPK കൊടുക്കാം, അതുപോലെ എപ്സം സോൾട്ട് കൊടുക്കാം. അത് നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കാമേ. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നിറച്ച് തൈകൾ പൊട്ടും. പാർഷ്യലായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.